ഹലോ വെൽക്കം ബാക്ക് എവ്രി വൺ. സോ ലാസ്റ്റ് വീഡിയോസിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? എത്ര ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് ഫസ്റ്റ് സേവ്ഡ് ഓഡിയൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, കസ്റ്റം ഓഡിയൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ലാസ്റ്റ് ആയിട്ടുള്ള ലുക്ക് അലൈക്ക് ഓഡിയൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് എന്താക്കാം, നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് വരാം. ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ഓഡിയൻസ് സെഗ്മെന്റിൽ ലുക്ക് അലൈക്ക് ഓഡിയൻസ് എന്ന് കാണാൻ പറ്റും. കണ്ടില്ലേ? ലുക്ക് അലൈക്ക് ഓഡിയൻസ് എന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ കസ്റ്റം ഓഡിയൻസ് അല്ലേ, ഈ കസ്റ്റം ഓഡിയൻസിന് സിമിലർ ആയിട്ടുള്ള ആളുകൾ, ഉദാഹരണത്തിന് അവരതേപോലുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, അവരതേ ബിഹേവിയർ ഉള്ള ആൾക്കാർ, അവരതേ ഡെമോഗ്രഫി ഉള്ള ആൾക്കാർ, ഇതാണ് എന്തിൽ വരിക, ലുക്ക് അലൈക്ക് ഓഡിയൻസിൽ വരിക. സോ ഒരു ലുക്ക് അലൈക്ക് ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഫസ്റ്റ് എന്ത് വേണം, ഒരു കസ്റ്റം ഓഡിയൻസ് നിങ്ങൾക്ക് വേണം. ഓക്കെ, സോ ഇനി ലുക്ക് അലൈക്ക് ഓഡിയൻസ് ചൂസ് ചെയ്യാം. ലുക്ക് അലൈക്കിൽ വന്നു കഴിഞ്ഞാൽ കൂടെ കാണാൻ പറ്റും, ഫസ്റ്റ്ലി സെലക്ട് യുവർ ലുക്ക് അലൈക്ക് സോഴ്സ് എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഓൾറെഡി നമുക്ക് കസ്റ്റം ഓഡിയൻസ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ലുക്ക് അലൈക്ക് ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ അതർ സോഴ്സ് എന്ന് കാണാൻ പറ്റും, ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ കസ്റ്റം ഓഡിയൻസ് എന്ന് കാണാൻ പറ്റും. കണ്ടില്ല, നിങ്ങളുടെ ആഡ് അക്കൗണ്ട് നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ കസ്റ്റം ഓഡിയൻസും ഇവിടെ വിസിബിൾ ആയിട്ട് വരും. ജസ്റ്റ് ഞാൻ ഈ ഒരു കസ്റ്റം ഓഡിയൻസ് ചൂസ് ചെയ്യാണ്. സോ ഇത് കസ്റ്റമർ ലിസ്റ്റ് ആണ്. ആക്ച്വലി ഞാൻ എൻ്റെ കസ്റ്റമർ ലിസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എൻ്റെ ആ ഒരു കസ്റ്റം ഓഡിയൻസ് ആണിത്. ഇനി ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കസ്റ്റം ഓഡിയൻസിന്റെ ലൊക്കേഷൻ, നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓഡിയൻസിന്റെ ലൊക്കേഷൻ എന്നുള്ളത് ഇവിടെ നമ്മൾ കൺട്രി ബേസിലാണ് സെറ്റ് ചെയ്യുക. ജസ്റ്റ് ഞാനിവിടെ ഇന്ത്യ എന്നുള്ളത് കൊടുത്തു, കണ്ടല്ലേ? ഇനി താഴേക്ക് വരിക. ഇനി ഇവിടെ ഓഡിയൻസിന്റെ സൈസ് കാണാൻ പറ്റും. കറന്റ് ഇപ്പോൾ ഉള്ളത് 1% ആണ്. എത്രയാണ്? 6.2 മില്യൺ ആണ്. കണ്ടല്ലേ? ഇനി നമുക്കിത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ എന്ത് സംഭവിക്കും, നമ്മളെ ഓഡിയൻസിന്റെ കൗണ്ട് ഇങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. മറ്റേ നോർമലി സജസ്റ്റ് ചെയ്യുക അപ് ടു 3% ആണ്. മീൻസ് ഒന്നെങ്കിൽ 1% അല്ലെങ്കിൽ 2% അല്ലെങ്കിൽ 3% എന്നുള്ളത്. ക്ലിയർ ആയില്ലേ? ജസ്റ്റ് 1% ഞാൻ കൊടുത്തു. അപ്പോൾ എത്ര വന്നു? 6.2 മില്യൺ ആളുകൾ വന്നു. അതായത് ഞാൻ എന്ത് കസ്റ്റം ഓഡിയൻസ് ആണോ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അതേ ബിഹേവിയർ ഉള്ള അല്ലെങ്കിൽ അതിൻ്റെ അതേ ഇൻട്രസ്റ്റ് ഉള്ള ഏകദേശം 6.2 മില്യൺ ഓഡിയൻസ് എന്തായി എനിക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാനായി. ജസ്റ്റ് ഇനി ഇവിടെ ക്രിയേറ്റ് ഓഡിയൻസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും, നമ്മൾ ഈ ഒരു ഓഡിയൻസ് ക്രിയേറ്റ് ആവും. വളരെ സിമ്പിൾ ആണ്. ആസ് നമ്മൾ ഒരുപാട് ക്യാമ്പയിൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ 3 സെറ്റ് ഓഫ് ഓഡിയൻസും യൂസ് ചെയ്യൽ നിർബന്ധമാണ്. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ടുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതല്ല, ഈ ലുക്ക് അലൈക്ക് ഓഡിയൻസിന് വേറെയും ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ കീപ് ഫോളോയിങ് സിരി അക്കാഡമി ഫോർ മോർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ്. ബൈ.